ഞാൻ ജഷീറുമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. പിന്നെ ജഷീറിൻ്റെ പരാതികളെല്ലാം ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. അതിൽ ജഷീർ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സജീവമായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അയാളെ സംബന്ധിച്ച് പാർട്ടിക്ക് പവറിൽ ഏൽപ്പിക്കുന്ന ഒരു നടപടി എടുക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനല്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ്. പാർട്ടിയുടെ ഭാഗത്തുനിന്നും ജഷീറിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഈ ഒരു മുന്നേറ്റത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകും, രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് തന്നെ. അല്ല, ഞങ്ങൾ എല്ലാ ചെറുപ്പക്കാരെ സംബന്ധിച്ചും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, അസംബ്ലി പ്രസിഡന്റുമാർ, ജില്ലാ പ്രസിഡന്റുമാർ, അങ്ങനെ റാങ്ക് ആൻഡ് ഫയലിൽ നിൽക്കുന്ന സജീവമായി നിന്നിരുന്ന എല്ലാ ചെറുപ്പക്കാരെ പട്ടികയൊക്കെ കൈമാറുകയും അവർക്കെല്ലാം സീറ്റ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് പലവിധങ്ങളായ പരിഗണനകൾ വരുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നാച്ചുറലായ ചില ക്ലെയിമുകൾ ഒരുപക്ഷെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്ന സമയത്ത് ഇനി മുമ്പിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായ ജനവികാരത്തെ സജീവമായി നിലനിർത്തുക എന്നുള്ളത്. നമുക്കിപ്പോൾ ശബരിമലയിൽ പോലും കൊള്ള നടത്തിയൊരു സർക്കാരാണ്. അപ്പോൾ സമസ്ത മേഖലകളിലും ഈ നാട്ടിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയൊരു സർക്കാരാണ്. വലിയ അഴിമതിക്കും കെടുകാര്യസ്ഥയ്ക്കും നേതൃത്വം കൊടുത്ത സർക്കാരാണ്. ഒരു ഭരണത്തുടർച്ച ഒരു സർക്കാരിനെ എത്രത്തോളം അഴിമതിവൽക്കരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്ന് കേരള സർക്കാർ മാറുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണത്തുടർച്ചയിൽ ഉണ്ടാകുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനം എന്താണ് എന്നുള്ളത് നമ്മൾ വെസ്റ്റ് ബംഗാളിലാണ് ആദ്യം കണ്ടത്. അതിൻ്റെ അവസാന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഈ സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരായ അതിശക്തമായൊരു തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ശബരിമലയിൽ പോലും കൊള്ള നടത്തുന്ന, വിശ്വാസ സമൂഹത്തെ പോലും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന ഈ സർക്കാരിനെതിരായ ഒരു അതിശക്തമായ ജനവിധി ഈ നാട്ടിനകത്തുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത്തരം ചർച്ചകൾക്കുള്ള ഒരു സാവകാശമല്ല ഇപ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അത് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് ദുൽക്കിഫിലും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ സംബന്ധിച്ച് ഇനി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നേറ്റത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അയാളും സജീവമായി ഇന്ന് അല്പസമയമായി അയാളും ഞങ്ങളുടെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചേരും. എല്ലാ ചെറുപ്പക്കാരും സജീവമായിട്ടുണ്ടാകും. ഒരാൾ പോലും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. എവിടെയെങ്കിലുമൊക്കെ പരിഭവങ്ങളോ പോരായ്മകളുണ്ടെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ഞാൻ അവരോട് എല്ലാവരും സംസാരിക്കുകയും ചെയ്യും. പാർട്ടിയും സംസാരിക്കും. എല്ലാം തീർത്ത് ഈ സംസ്ഥാനത്തിനകത്ത് ഒരു വലിയ മുന്നേറ്റത്തിന് യൂത്ത് കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ചോരയാണ് ഈ സംസ്ഥാനത്തിനകത്ത് ഈ സർക്കാരിനെ പലപ്പോഴായി തുറന്നു കാണിക്കാൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുള്ളത്. തെരുവിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങളും അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റുവീണ രക്തവുമാണ്. അതിന് ഒരു ഭംഗം വരുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതിന് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു റിസൾട്ട് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും അതിന് വിരുദ്ധമാകുന്ന പ്രവർത്തനം ഉണ്ടാകില്ല. യൂത്ത് കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടാകും. ഒരുപാട് ചെറുപ്പക്കാർ മത്സരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി യൂത്ത് കോൺഗ്രസ് നോക്കിക്കാണുന്നുണ്ട്. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുന്നുണ്ട്. എല്ലാവരും കൂടിച്ചേരുന്ന ഒരു വിജയമേ ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകും. ആ വിജയം ഞങ്ങൾക്ക് ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളൊരു വലിയ ജനകീയ സമരത്തിലാണല്ലോ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തൊക്കെ നിരവധിയായ സമരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ജയിലിൽ പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണല്ലോ ഈ പറയുന്ന ഒരു ജാഗ്രത പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ഉണ്ടാകുന്നതൊക്കെ ഈ സമരങ്ങളിലേക്ക് ഒരു തുടർച്ചയായിട്ടാണല്ലോ. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഞങ്ങളൊരു ജനകീയമായ ക്യാമ്പയിനാണ് ആ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായാലും UDFൻ്റെ പ്രചരണത്തിലായാലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KS എല്ലാവരും നടത്തുന്ന പ്രചരണമാണെങ്കിൽ തന്നെ ഈ സർക്കാരിൻ്റെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യം പോറ്റിയിൽ തുടങ്ങി, പിന്നീട് അത് മുരാരി ബാബുവിലേക്ക് എത്തി, അതിനുശേഷം അത് വാസുവിലേക്ക് എത്തി, ഇപ്പോൾ അത് മുൻ MLA പത്മകുമാറിലേക്ക് എത്തി, ഇനി അത് കടകംപള്ളിയിലേക്ക് എത്തും, അവസാനം അത് പിണറായിലേക്കും എത്തും. ആ ചെയിൻ പൂർത്തീകരിക്കപ്പെടുക അവിടെ എത്തുമ്പോൾ മാത്രമാണ്. ഈ സർക്കാരിൻ്റെ ഈ അന്താരാഷ്ട്ര സ്വഭാവമുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ്. ആ ജനകീയ കോടതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. അതുമായി മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.